കഴിഞ്ഞ ദിവസം ജോജോ പാല എന്ന് പറഞ്ഞൊരു മകൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു. എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ ചില സാക്ഷ്യങ്ങൾ മാതാവ് എന്നോട് പറയും, ജസ്റ്റ് ലിസൺ ഇറ്റ് എന്ന് പറയും. കാര്യത്തിൽ മാതാവിൻ്റെ സ്വന്തം സാക്ഷ്യങ്ങളുണ്ടാകും. ദൈവം ഈ മനുഷ്യരാശിയോട്, ദൈവം ഒരു സാക്ഷ്യങ്ങൾ പലതരമാണ്. ദൈവം ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയോട് മാത്രം കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലോക്കൽ കമ്മ്യൂണിക്കേഷനുള്ള സാക്ഷ്യങ്ങളുണ്ടാകും. ദൈവം എൻ്റെ ഹ്യൂമാനിറ്റിയോട് സംസാരിക്കുന്ന സാക്ഷ്യം ഉണ്ടാകും. എക്കാലം അത് സാർവജനീനമായിരിക്കും, സാർവകാലികമായിരിക്കും. എല്ലാ കാര്യങ്ങളും സത്യമായിരിക്കും, എല്ലാ ജനങ്ങൾക്കും അത് സത്യമായിരിക്കും. ഒരു പ്രാദേശികതയ്ക്ക് അപ്പുറത്തായിരിക്കും അതിൻ്റെ സാക്ഷ്യം. ജോജോയുടെ സാക്ഷ്യം അങ്ങനെ ഒരു സാർവജനീനമായ ഒരു സാക്ഷ്യമാണ്. സാക്ഷ്യം ഇത്രയേ ഉള്ളൂ. പുള്ളി മൂത്രം ഒഴിച്ചപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി, അത്രയേ ഉള്ളൂ. ചെറിയൊരു സംഭവമാണ്. പുള്ളി മൂത്രം ഒഴിച്ചപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു പോയ പോലെ പുള്ളിക്ക് തോന്നി. അതൊരു വല്ലാത്ത തോന്നലായി, ഒരു ഒന്നൊന്നര തോന്നലായി. അതെന്താണെന്ന് പറയുക, അങ്ങനെയുടെ സാക്ഷി തുടങ്ങണത് നമ്മൾ ശ്രദ്ധിക്കണം. അയാൾ അങ്ങനെ പറയണത്, ഞാൻ 25 വർഷമായി UK സെറ്റിൽഡാണ് എൻ്റെ ഭാര്യയുമായിട്ട്. എൻ്റെ മക്കളും 2 പേരും അവിടെ ജനിച്ചവരാണ്. അവർക്ക് കല്യാണം കഴിച്ചു, അവർക്ക് ജോലിയുണ്ട്. എൻ്റെ മക്കൾക്ക് ജോലിയുണ്ട്, എനിക്കിപ്പോഴും ജോലിയുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്. ഞങ്ങൾക്ക് പണത്തിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സന്തോഷമായ രീതിയിൽ ആണ് അവിടെ ജീവിച്ചത്. അപ്പോൾ നോക്കിയ ഒരു മനുഷ്യന് വീടിന് വീട്, മേൽത്തരം പറയുന്നുണ്ട്, മേൽത്തരം ഭവനങ്ങൾ, മേൽത്തരം വാഹനങ്ങൾ. ഓരോ സമയത്തും അതാ സമയത്ത് കമ്പനി ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെയാണല്ല, ഈ കുറേ പണമായി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ റാങ്ക് അനുസരിച്ചിട്ട് അവരെക്കാൾ മെച്ചമായ ജീവിതം ആരാണ് ജീവിക്കണമെന്ന് നോക്കിയിട്ട് അവരുപയോഗിക്കുന്ന ബ്രാൻഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഒപ്പം അപ്ഡേറ്റ് ചെയ്യും. മനുഷ്യനിങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. എന്നുവെച്ചാൽ നമ്മളെക്കാൾ മെച്ചമായിട്ടുള്ള ആരാണ് ജീവിക്കണതെന്ന് നോക്കിയിട്ട് നമ്മളൊരിക്കലും താഴേക്ക് നോക്കും. നമ്മുടെ അനിയൻ ചിലപ്പോഴും ഇപ്പോഴും പശുവിനെയും വളർത്തി നടക്കണുണ്ടാവും, അവർ നോക്കത്തില്ല, അവർ തിരക്കത്തില്ല. ഭാര്യയുടെ ആങ്ങളമാരെങ്ങനെ ജീവിക്കണമെന്ന് നോക്കും. അതാണ് പ്രശ്നം. സ്വന്തം കൂടപ്പുറപ്പ് എങ്ങനെ ജീവിക്കണം എന്നല്ല നോക്കണത്, ഭാര്യയുടെ ആങ്ങളമാർ. ഇപ്പോൾ അളിയനെ എങ്ങനെ കവച്ച് വെക്കാൻ പറ്റും, അതാണ്. എന്നിട്ട് ഭാര്യമായിട്ട് വഴക്കിടുമ്പോൾ അളിയൻ്റെ പേരാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് എന്നാത്തിൻ്റെ കേടാണ്, എപ്പോഴും എൻ്റെ ആങ്ങളെ മേശക്കൾ കയറണം എന്തിനാണ് എന്ന് ചോദിക്കും. എന്നുവെച്ചാൽ ഭാര്യയുടെ മുമ്പിൽ പുള്ളിക്ക് ഞാൻ ജോജിയുടെ കാര്യമല്ല പറയണത്, ഞാൻ പൊതുവായിട്ട് പറയണം കേട്ടോ, ആമേഷ അതൊന്നും പറഞ്ഞിട്ടില്ല. അതായത് മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള ചില ഉടമ്പടി വിരുദ്ധമായ വിചാരങ്ങളെ വിചാരണ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം ഇത് നിങ്ങൾ പറയുന്ന പ്രാർത്ഥനീയ രൂപങ്ങളല്ല ഈ സംഭവം. ഇത് വളരെ സൂക്ഷിച്ച് തന്ത്രപരമായിട്ട് ആണ് ഇതിനെ സമീപിക്കേണ്ടത്. ഇങ്ങനെ ഒരു ട്രേസ്, ഇപ്പോൾ നിങ്ങളുടെ അളിയനുമായിട്ട് കോമ്പറ്റീഷനാണ്, നിങ്ങളെ അളിയൻ ഉപയോഗിക്കുന്ന വണ്ടി ഏതാണെന്ന് നോക്കിയിട്ട് ആ വണ്ടി ഞാൻ വാങ്ങിക്കണം, അപ്പോൾ മാത്രമേ, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമായ കുറച്ചുകൂടി ഫുൾ ഓപ്ഷനുള്ളൊരു വണ്ടി വാങ്ങിച്ചു കഴിയുമ്പോൾ അത് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഞാൻ ഭാര്യയുടെ അടുത്ത് കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോൾ ഇവളുടെ മുമ്പിൽ ഞാൻ കുറച്ചുകൂടി ഉയർന്ന ഒരാളാകും. അപ്പോൾ നിൻ്റെ അളിയനെ ഞാൻ വെട്ടി എന്നാണ് പറയുന്നത്. ഇപ്പോഴും രാജാക്കന്മാർ യുദ്ധം ചെയ്യുന്നുണ്ട് കുടുംബത്തിൽ, അളിയന്മാരുമായിട്ടാണ് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. മനുഷ്യന്മാരൊന്നും മാറിയിട്ടില്ല. മനുഷ്യന്മാരൊക്കെ ജോലി കിട്ടാൻ വേണ്ടിയും ഉയർന്ന ശമ്പളം മേടിക്കാൻ വേണ്ടിയും കുറേ ലോകത്തിൻ്റെ വിദ്യാഭ്യാസം കിട്ടിയെന്നല്ലാതെ ബേസിക്കായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. പഴയ സ്വഭാവം തന്നെ ഇപ്പോഴും ഉള്ളത്, പഴയ സ്വഭാവം തന്നെ. ഈ സ്വഭാവം വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്ത് വന്ന ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ദാറ്റ്സ് മൈ പോയിന്റ്. അപ്പം നമുക്ക് ഒന്നിലും ഇപ്പം നിങ്ങളൊക്കെ ഓരോരോ ആനുകൂല്യങ്ങൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിന് അറിയാം എന്തിനാണിത്. നാട്ടുകാരുമായിട്ട് ബോധം ഉണ്ടാക്കാനാണോ, നാട്ടുകാരുടെ മുമ്പിൽ ആൾ കളിക്കാൻ വേണ്ടിയാണോ ഇപ്പം ഈ അഭ്യാസം കാണിക്കണത് എന്ന് ചോദിക്കാൻ ദൈവം ചോദിച്ചാൽ പറയണം അങ്ങനെയല്ല, ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയണം. മനസ്സിലായില്ലേ? അല്ല, നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഒക്കെ എപ്പോഴും ഇപ്പം നിങ്ങൾ സ്കാനിങ്, ഓട്ടോമാറ്റിക് സ്കാനിങ് നടക്കൊണ്ടിരിക്കുകയല്ലേ. ദൈവം മിക്കവാറും ചെയ്യണ പെറ്റ് സ്കാനിങ് ആയിരിക്കും മിക്കവാറും ചെയ്യണത്. കോശങ്ങളിൽ പോലും ഡാമേജ് ഉണ്ടെങ്കിൽ ദൈവം പറയും നിൻ്റെ കോശം മൊത്തം ഡാമേജ് ആണെന്ന് പറയും. ഇതൊക്കെ ഈ പെറ്റ് സ്കാനൊക്കെ ഇപ്പോഴല്ല ഈ മൈക്രോ മെഡിസിനൊക്കെ കണ്ടുപിടിച്ചത്. എത്രയോ വർഷം മുമ്പ് ദൈവത്തിൻ്റെ കയ്യിൽ പെറ്റ് സ്കാനുണ്ട്. നിൻ്റെ ആത്മാവിൻ്റെ കോശങ്ങൾ വരെ എന്തുമാത്രം ഡാമേജ് ആയിട്ടുണ്ടെന്ന് ദൈവം പറയും. അതുകൊണ്ടാണ് ഉടമ്പടി താമസിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, നിന്റെ കൃപയുടെ ആഗിരണം ചെയ്യാൻ തക്കവിധം എന്റെ ആത്മാവിന്റെ കോശങ്ങളെ അഭിഷേകസിദ്ധമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. തടസ്സമായി നിൽക്കുന്ന എല്ലാ ജീവിത മേഖലകളെയും
അപ്പൊ എല്ലാവരും ഈ അനുഗ്രഹത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, വീടിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി എല്ലാം ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ അൾട്ടിമേറ്റ് എയിം എന്താണ്? ഈ ജോലിയെ പോലെ ഒരാളായി മാറുക. നിങ്ങൾക്ക് ജോലിയുണ്ട്, ഭർത്താവിന് ജോലിയുണ്ട്, ഭാര്യയ്ക്ക് ജോലിയുണ്ട്, മക്കൾക്ക് ജോലിയുണ്ട്, മരുമക്കൾക്ക് ജോലിയുണ്ട്. ഒന്നിനും കുറവില്ലാത്ത മേൽത്തരം വീട്, മേൽത്തരം വാഹനം, മേൽത്തരം ജീവിതം. ഇത്രയും മേൽത്തരം ജീവിതമാണെങ്കിൽ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു ചെറിയ ഒരു എന്താണ് ഈ ഇൻഗാസൊക്കെ, ഈ എസ്കിമോയൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് അവർ മഞ്ഞിൻ്റെ അകത്ത് ഉള്ള വീടിൻ്റെ അകത്ത് ഒരു ചെറിയൊരു വിളക്ക് കത്തിച്ച് വെക്കുമായിരിക്കും, ഈൽ വിളക്കുകൾ. അതുപോലെ ഒരു വിളക്ക് ഈ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. പണ്ട് എവിടെയോ കുടുംബത്തിൽ ജീവിച്ച കാലത്ത് കിട്ടിയ ഇത്തിരി വിശ്വാസം, അതൊരു ഈൽ വിളക്ക് പോലെ ഇതിൻ്റെ അകത്ത് കത്തുകയാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ. ദൈവത്തിൻ്റെ ഒരു കൈവെപ്പ് പോലെ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ വിശ്വാസം. അങ്ങനെ പറഞ്ഞാൽ ഞാനിപ്പോഴും പള്ളിയിൽ പോകുന്നുണ്ട്. അത് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ ദൈവത്തോട് അടുപ്പമുള്ള ആളാണെന്നും പിന്നെ വീട്ടുകാരെ കൊണ്ട് തലയിടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് തിങ്. ആ മനുഷ്യൻ്റെ സാക്ഷി നല്ല രസമാണ് കേൾക്കാൻ. ഞാൻ ഇപ്പോഴും കുർബാന സ്വീകരിക്കുന്നുണ്ട്, ഞാൻ ദേവാലയത്തിൽ പോകുന്നുണ്ട്. ഞാൻ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ എൻ്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കേസ്. വന്നാലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. കാര്യം എനിക്ക് ജീവിതത്തിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ജോലിയുണ്ട്, വീടുണ്ട്, വിവാഹമുണ്ട്, ആരോഗ്യമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ ഇത്തിരി ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല. ഞാൻ ക്ലബ്ബിൽ പോകുന്നുണ്ട്. UK ഇതിനൊന്നും കുഴപ്പമില്ല. ആരോടും ചോദിക്കത്തില്ല, എവിടെയും പോകാം, ആർക്കെവിടെയും ജീവിക്കാം. ഒരു സന്തോഷത്തിലാണ് ഞാൻ. ഈ ഭൂമി തരുന്ന ഒരു മനുഷ്യന് കൊടുക്കാവുന്ന മാക്സിമം സന്തോഷം അനുഭവം ജീവിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്, ഞാനിപ്പോൾ കുർബാന സ്വീകരിക്കുന്നുണ്ട്. അത് കാര്യം ഞാൻ ഇങ്ങനെ ഒരു ആചാരാനുഷ്ഠാനത്തിൽ ജീവിച്ചു പോകുന്ന കാരണം ആ പാരമ്പര്യം കളയേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുർബാന സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഈശോ എൻ്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ, അത് എനിക്കത്ര പ്രശ്നമല്ലെന്ന്. അതാണ് പ്രശ്നം. അതാണ് എൻ്റെ അകത്ത് ഏറ്റവും വലിയ വിഷയം. ഈശോ എൻ്റെ അടുത്ത് ആ കുർബാന സ്വീകരണത്തിലൂടെ ഈശോ എൻ്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുമ്പോൾ വരുന്നില്ലെങ്കിൽ സങ്കടമില്ല. അങ്ങനെ സങ്കടം ആ മനുഷ്യനില്ല, ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ കുറവ് ഈശോ എൻ്റെ എഴുന്നള്ളി ഈ കുർബാനയിൽ എൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല എങ്കിലാണെങ്കിലും അത് കുറവായിട്ട് ഹീസ് നോട്ട് ഫീലിങ് ഇറ്റ്. ഈശോ ഒരു മനുഷ്യൻ്റെ, ആധുനിക മനുഷ്യൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? അതായത് ചട്ടപ്പടി സഭയുടെ മുമ്പിലും അച്ഛന്മാരുടെ മുമ്പിലും പള്ളിക്കാരുടെ മുമ്പിലും ഇടവക്കാരുടെ മുമ്പിലും ഹീസ് എ ഗുഡ് കാത്തലിക്. അയാൾക്കറിയാം അയാളുടെ ഹിപ്പക്രാറ്റാണെന്ന് അറിയാം. അയാൾക്കറിയാം പള്ളിയിൽ അച്ഛന്മാരുടെ മുമ്പിൽ ബിഷപ്പിൻ്റെ മുമ്പിലൊക്കെ ഹീസ് എ കാത്തലിക്, ഗുഡ് കാത്തലിക്. പക്ഷെ അയാൾക്കറിയാം ഈശോ ഒന്നും അയാളുടെ കയ്യിരിപ്പ് കാരണം ഈശോ ഒന്നും ഈ കുർബാനയിലൂടെ എൻ്റെ ഉള്ളിൽ വരുന്നില്ലെന്നറിയാം. ഇനി വരാതിരുന്നതുകൊണ്ടോ എനിക്ക് അത്രയ്ക്ക് വിഷമമൊന്നും ഇല്ല, അത് കുറവായിട്ട് പുള്ളിക്ക് തോന്നുന്നില്ല. ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരാത്തത്, ഈ അനുഷ്ഠാന മാർഗങ്ങളെല്ലാം ആചരിച്ചിട്ടും വരാത്തത് ഒരു കുറവായിട്ട് തോന്നാത്ത ട്രാജഡിയെ ഇനി എന്ത് വൊക്കാബുലറി ഉപയോഗിച്ച് പിടിക്കണമെന്ന് നമുക്കറിയത്തില്ല. അത്രയ്ക്ക് പത്തറ്റിക്കാണ് കണ്ടീഷൻ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞാൻ കേൾക്കുന്ന ധ്യാനത്തിലൂടെ അങ്ങ് ഉദ്ദേശിക്കുന്നത് എൻ്റെ അന്തരാത്മാവിലേക്ക് പകർന്നു തരാൻ അമ്മേ, പരിശുദ്ധമ്മേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കണം. നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ ജീവിതം പുനഃക്രമീകരിക്കുവാൻ ദൈവസന്നിധിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനത്തിൽ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനത്തിൽ കാരുണ്യമേ. സന്തോഷത്തിലൊന്ന് പാടിക്കേ, ദൈവസ്നേഹത്തോടെ പാടിക്കേ. ജീവിതം നിന്റെ കാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
അപ്പോൾ ഈ പെട്ടെന്ന് ഇതെല്ലാം ഒരു കുറവുമില്ലാത്തൊരു മനുഷ്യന് ഒരു സുപ്രഭാതത്തിൽ മൂത്രത്തിൽ കുറവ് വന്നു. അതാണ് ഒരു സ്റ്റോറി പോണ കണ്ടല്ലോ, സ്റ്റോറിയുടെ ഇപ്പോൾ കണ്ടത്. നല്ലൊരു പ്രോസ്പെറസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സ്റ്റോറി പെട്ടെന്ന് ഇങ്ങനെ ബെൻഡാണെന്ന് നോക്കിയേ. ഒരു കുറവുകളും ഇല്ലാത്തൊരു മനുഷ്യന് ഒരു സുപ്രഭാതത്തിൽ മൂത്രം ഒഴിക്കുമ്പോൾ ഇത്തിരി കുറവ് വന്നു മൂത്രത്തിൽ. അപ്പം അതെന്താണെന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹം ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് പോസ്റ്റേറ്റിൻ്റെ എന്തോ ഒരു സിസ്റ്റാണ്, അത് ക്യാൻസറസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ്. ഈ മനുഷ്യൻ അങ്ങ് ഉരുകിപ്പോയി. ഓക്കെ, ഒരു മനുഷ്യൻ പെട്ടെന്ന് ഉരുകണ കണ്ടില്ലേ, കല്ല് ഉരുകണ പോലെ ഇങ്ങനെ ഉരുകയാണ്. ഇനി എന്താണ്, ഇനി എൻ്റെ ദിവസങ്ങൾ ഇനി എത്രയാണ്? ഇങ്ങനെ പല ചിന്തകൾ കൊണ്ട് ഇത്രയും നാൾ ഞാൻ സമ്പാദിച്ചത് ഇനി എന്ത് ചെയ്യാനാണ്? ഇനി ആരുപയോഗിച്ചാലും ഞാൻ ഈ ലോകത്തുനിന്ന് പിരിയുകയല്ലേ? ഇങ്ങനെ പല പല ചിന്തകൾ പുള്ളിയുടെ ലൈഫ് തന്നെ ഇങ്ങനെ റെഡ്യൂസ് ഇൻറ്റു സീറോ, മൈനസിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇനി എന്താണ് ഒരു മാർഗം അറിയാതെ ഇങ്ങനെ പുള്ളി ചിന്തിക്കുമ്പോൾ പുള്ളി വൈഫ് എൻ്റെ അനിയത്തി നാട്ടിൽ വന്നപ്പോൾ ഉടമ്പടി എടുത്ത്, വൈഫിൻ്റെ അനിയത്തി നാട്ടിൽ വന്നപ്പോൾ ഉടമ്പടി എടുത്ത് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ് ചേട്ടനോടവൻ ചേട്ടായി ഇത് ഞാൻ നാട്ടിൽ പോയപ്പോൾ ചേർത്തല പള്ളിയിൽ പോയി, അത് ചേർത്തല പള്ളിയാണ് പാലക്കാട് ചേർത്തല പള്ളിയിൽ പോയി മാതാവിൻ്റെ ഉടമ്പടി എടുത്താണ്. ചേട്ടായി ഈ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചാൽ മതി, ചേട്ടായി രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് ഒരു തിരിയും കൊടുത്ത്, ഒരു നീല തിരിയും കൊടുത്ത്, ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊടുത്ത്. പക്ഷേ ഈ പണ്ടുണ്ടായിരുന്നൊരു വിശ്വാസം ഉണ്ടല്ലോ അങ്ങേർക്ക്, അതിപ്പോൾ അങ്ങോട്ട് ആളി കത്താൻ തുടങ്ങി. പുള്ളിക്ക് ഭയങ്കര സങ്കടമായി. ദൈവമേ, നിന്നെ ഞാൻ മറന്ന് കുറേ നാൾ ജീവിച്ചില്ലേ, എല്ലാം നീയാണ് തന്നത്, പക്ഷേ നിന്നെപ്പോലും ഞാൻ മറക്കുന്നത്, നീ പോലും കുർബാനയിൽ എഴുന്നള്ളി എൻ്റെ ഉള്ളിലോട്ട് വന്നിട്ട് അത് വരത്തില്ലെന്ന്, കുർബാന മാത്രമാണ് വരണത്, ആ ഹോസ്റ്റി അപ്പം മാത്രമാണ് ഞാൻ കഴിക്കണത്, നീ എൻ്റെ കൂടെ വരുന്നില്ലെന്നൊക്കെ എനിക്കറിയാമായിരുന്നിട്ട് പോലും എനിക്കൊരു വിഷമം തോന്നാത്ത എത്രയോ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാത്തിനും കൂടി ഞാൻ വിഷമിക്കുകയാണ്, നിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും എനിക്ക് നാണം തോന്നണേ, എന്നെ നീ ആ അന്ത്യനിമിഷം കൈവിട്ട് കളയരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. രാത്രിയും പകലും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. കാര്യം അത് അങ്ങേര് സ്വന്തമായിട്ട് തരണ ദൈവം അങ്ങ് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇത് ചൊല്ലി അഭിഷേകം പ്രാപിക്കാൻ ഒരു പ്രത്യേക ആകർഷണം പുള്ളിക്ക് കൊടുത്ത്, ഇത് കിട്ടിയ സമയത്ത് തൊട്ട് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പുള്ളി അത് ഇപ്പോൾ ഒത്തിരി പേരില്ലേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണാൻ പഠിച്ചിരിക്കുന്നവർ, ഇതുമാത്രം പേരുണ്ട്. അവർക്ക് എന്തെങ്കിലും സങ്കടം വന്ന അപ്പം പ്രത്യക്ഷീകരണ പ്രാർത്ഥന പെട്ടെന്ന് നാവിൽ നിങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വന്നുകൊണ്ടിരിക്കാം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, എന്ത് സംഭവമായാലും ഉടമ്പടി ഈ ലോകത്തെ ഏറ്റവും വലിയ ദൈവിക പദ്ധതിയാണെങ്കിലും അതിൻ്റെ ഇന്ധനമെന്ന് പറയുന്നത് പ്രത്യക്ഷീകരണമാണ്. അതിൻ്റെ ഇന്ധനം പ്രത്യക്ഷീകരണം. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെ സഭ ഏറ്റെടുക്കാനും മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലോകത്തെ അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയായിട്ടാണ് ഉടമ്പടി വരണത്. പക്ഷെ അതിൻ്റെ ബേസ്മെൻ്റ് എന്താണ്? പ്രത്യക്ഷീകരണമാണ്. ആ പ്രത്യക്ഷീകരണം വർക്കൗട്ട് ചെയ്യണത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലാണ് വർക്കൗട്ട് ചെയ്യണത്. അതുകൊണ്ട് ഈ മനുഷ്യൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ചൊല്ലി അവസാനം ഒരു ദിവസം പോയി രണ്ടാമതൊരു സ്കാൻ ചെയ്തപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒരു സ്കാൻ ചെയ്ത് 3 മാസം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ആ പഴയ കണ്ട പോലെ ഇരിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ പുള്ളി കുറഞ്ഞെന്നാണ് വിചാരിച്ചത്. പക്ഷേ പുള്ളി പറയുന്നത് പഴയ കണ്ട പോലെ ഇരിക്കണമെന്ന് പറഞ്ഞ്. കണ്ട പോലെ പണ്ട് കണ്ട സിസ്റ്റത്തിൻ്റെ അതേ മില്ലിയിൽ മാത്രമാണ് ഇപ്പോഴും ഇരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അത് പുള്ളിക്ക് ദൈവാനുഗ്രഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ചേട്ടായി അത് നല്ല കാര്യമല്ലേ, ഈ ക്യാൻസറാണെങ്കിൽ ഗ്രോത്ത് ചെയ്യുമല്ലോ, ഇത് അറസ്റ്റായില്ല ചേട്ടായി എന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളി ഞെട്ടിപ്പോയി. ശരിയാണ്, ഇത് അറസ്റ്റായല്ല, ഞാൻ പള്ളിയിൽ കൃപാസനത്തിൽ വന്നിട്ടില്ല, മാതാവിനെ കണ്ടിട്ടില്ല, പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചൊല്ലിയപ്പോൾ ഇത് അറസ്റ്റായില്ലേ. പിന്നെ പുള്ളിയുടെ ലൈഫ് മുഴുവനും നിങ്ങൾക്കറിയാവില്ലേ ഈ കുറവുകൾ നോക്കാൻ തുടങ്ങി പുള്ളി. ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കുറവുകൾ, ദൈവം ബാക്കിയെല്ലാം ഇങ്ങനെ നിറവല്ലേ, പക്ഷേ ദൈവം ഏതെല്ലാം മേഖലകളിലില്ല
എന്നുള്ള കുറവുകളെക്കുറിച്ച് പുള്ളി ചിന്തിക്കാനും ലൈഫ് ദാനധർമ്മത്തിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ളവരോട് ദേഷ്യമില്ലാതെ സ്നേഹത്തോടെ പെരുമാറി, ക്ഷമയോടെ പെരുമാറി, ചില ആൾക്കാരോട് മിണ്ടത്തേ ഇല്ലായിരുന്നു, അവരോടൊക്കെ അനുരഞ്ജനപ്പെടാൻ തുടങ്ങി. പുള്ളി കുറേ കറക്ഷനിലേക്ക് വന്നാണ്. എന്താ സംഭവം? ഇത്രയും നാൾ താൻ നേടിയത് ഒന്നും അല്ലെന്നൊരു നിമിഷം മുതലേ കുറവുകൾ നിങ്ങൾക്കറിയാം. ദൈവം ഇപ്പം 10:12 എടുത്ത് മർക്കോസിൻ്റെ സുവിശേഷം 10:21 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന